ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പാടത്തേക്ക് പോവുകയാണ്. പാടത്ത് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ചായ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അമ്മ പോകാൻ വേണ്ടി റെഡി ആയതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ആയി പാടത്ത് പോയിട്ട്. അപ്പോൾ പിള്ളേരുണ്ട്. നമ്മളുടെ ഏട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. കുറച്ച് ദൂരമുണ്ട് പാടത്തേക്ക്. അപ്പോൾ നമ്മളിത് ഓട്ടോയിലാണ് പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പാടം. ആദ്യം ഇവിടെ നെല്ലായിരുന്നേ മൊത്തം. പാടത്തേക്ക് ഇറങ്ങണമെങ്കിൽ അപ്പുറത്ത് കൂടിയാണ് ഈ വഴി. അപ്പോൾ തെച്ചോടും കിച്ചോടിനൊക്കെ തെച്ചോടും ചാടി ഇറങ്ങി. അപ്പോൾ അച്ഛൻ പിള്ളേരിനെ ഇറക്കുകയാണ്. വെള്ളമൊന്നും ഇല്ല അധികം. അപ്പോൾ പിന്നെ മഴയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് വെള്ളം വറ്റി കിടക്കുകയാണ്. അപ്പോൾ തെച്ചോട്ടം പോയത് മീനുണ്ടോ എന്ന് പറഞ്ഞ് നോക്കുകയാണ് ഈ തോട്ടിൽ. ചാലിലൊന്നും വെള്ളമില്ലേ. അവിടെ ഒരു വീടുണ്ട്. അപ്പോൾ നമ്മളിതായി വീടിൻ്റെ ഗേറ്റിൻ്റെ ഇവിടെ ഇരുന്നിട്ടായിരുന്നു പണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പാടത്തേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ. അപ്പം അങ്ങനെ ഞങ്ങൾ വന്നിട്ട് കുറേ വർഷമായി ഇവിടേക്ക്. അവിടെ പാടം ഇത്രയും ദൂരമായതുകൊണ്ടാണ് നമ്മൾ വരെ അങ്ങനെ ഇതാവാത്തത്. ഇവിടെ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലേ. പക്ഷേ നെല്ല് മാറിയിട്ട് എല്ലാവരും കവുങ്ങും വാഴയൊക്കെ ആക്കിയിട്ടുണ്ട്. അത്രമാത്രം മാറ്റം വന്നിട്ടുള്ളൂ. ബാക്കി ഇവിടെ എല്ലാവരുടെയും പഴയ പോലെ തന്നെ ഉണ്ട്. ആദ്യം ഇതിലൂടെ ഒന്നും റോഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റോഡൊക്കെ വന്നിട്ടുണ്ട്. ഓരോ വർഷം കഴിയുന്നവരും ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ഛനൊരു ഭക്ഷണം കഴിക്കുകയാണ്. അച്ഛനും പിന്നെ അതുപോലെ തന്നെ പണിക്ക് വേറൊരാളും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലേറ്റ് എടുക്കാൻ മറന്നു പോയായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ വാഴൻ്റെ ഇല വെട്ടിയിട്ട് വന്ന അച്ഛൻ. അങ്ങനെ അച്ഛൻ കൈയും കാലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് കഴിക്കുകയാണ്. അപ്പോൾ തെച്ചോന്ന് ചായ വേണം പറഞ്ഞിട്ട് ഞാൻ ആറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവനെപ്പോൾ ചായ ഉണ്ടായാലും അവന് ചായ വേണം. അവൻ അങ്ങനെ ഒരു ചായപ്രാന്തനാണ്. പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിത് കൂടെയൊക്കെ ഒന്ന് നടന്ന് നോക്കുകയാണ്. കുറേ ആയില്ലേ വന്നിട്ട്. ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലേ. കവുങ്ങൊക്കെ വയ്ക്കുന്നതിന് മുന്നേ വന്നതാണ് ഞാൻ. അപ്പം നമുക്ക് ഊഹിക്കാമല്ലോ എത്ര വർഷം മുന്നേ ഞാനിവിടേക്ക് വന്നത് എന്ന്. ആദ്യം നമുക്ക് നെല്ലായിരുന്ന സമയത്ത് നമ്മളിതുപോലെ തന്നെ പാടത്തേക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന സമയത്ത് അമ്മേരുടെ കൂടെ ഇങ്ങോട്ട് വരും.